ഹലോ ഗൈസ്, ഞാൻ ഇന്ന് എൻ്റെ ലൈഫിൽ തന്നെ അങ്ങനെ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. എന്താ അവിടെ വിട്ടിട്ടിയമാതിരി. അതായത് സത്യം പറഞ്ഞാൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് അങ്ങനെ അധികം ആൾക്കാരോട് അധികം സംസാരിക്കാനൊന്നും പറ്റൂല. എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ അധികം ആൾക്കാരോടൊന്നും സംസാരിക്കരുത്. ഇങ്ങനെ എന്നിട്ട് മിണ്ടാണ്ടിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാത്തിനും അധികം ആൾക്കാരോടൊന്നും അങ്ങനെ മിണ്ടാണ്ട് നല്ല രസമില്ല. ഞാനങ്ങനെയാണ്. ഞാൻ അധികം വർത്താനം പറയില്ല. കാരണം കുറേ വർത്താനം പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോറടിക്കുമല്ലോ. പിന്നെ എന്തിനാ ആൾക്കാർ ഇങ്ങനെ ഇത്രയും വർത്താനം പറയണമെന്നാണ് മനസ്സിലാവാത്തത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് +1 ഞാനൊരു അറബി കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് നന്നായിട്ട് അറിയാം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു ആർട്സിൻ്റെ ഡേ വന്ന്, ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, ആർട്സിൻ്റെ ഡേ വന്ന്. അപ്പോൾ നമുക്കിങ്ങനെ ഗ്രൂപ്പ് തിരിക്കുമല്ലോ. അങ്ങനെ ഞാനൊരു ഗ്രൂപ്പിലായി. ആ ഗ്രൂപ്പിലെ ലീഡർ എൻ്റെ ഹോസ്റ്റലിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പം ഒരു താത്തയാണ്. ഞാൻ P1 +1 ഒരു ഡിഗ്രിയാണ്, ഡിഗ്രി സെക്കൻഡ് ഇയറാണ്. പക്ഷെ ഞങ്ങൾ നല്ല കൂട്ടാണ്. അപ്പോൾ മൂപ്പരാണ് അതിൻ്റെ ലീഡർ. അപ്പം ഞങ്ങൾ നല്ല കമ്പനിയാണ്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എന്താ പറയുക, നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് പരിപാടികൾക്ക്. ഇത് പ്രൈസ് കിട്ടുള്ളത് പിന്നെ സെക്കൻഡാണ്. അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എന്നുള്ളത് ഇനി ഒരു ഓപ്ഷൻ. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് ഇട്ട് പറഞ്ഞു. ഞാൻ ക്ലാസ്സിലിരിക്കുമ്പം ആർട്സിൻ്റെ ഈ മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് മൈക്കിൽ വിളിച്ചറിയുക ചെയ്യുക. അതായത് ഇന്ന പരിപാടി ഇന്ന സെമിനാർ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ വരികയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേര് വിളിക്കും. അങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഓരോ പേര് വിളിക്കും. എൻ്റെ പേര് അതിലുണ്ടാകുമ്പോഴാണ് ഞാൻ അറിയണേ ഞാൻ ഇന്ന മത്സരത്തിനുണ്ട് എന്നുള്ളത്. ഓല് അതിലുള്ള എല്ലാ സാധനത്തിലും എന്നെ കയറ്റിയും തോന്നുന്നുണ്ട്. അതായത് ഞാൻ മുദ്രാവാക്യത്തിന് പിന്നെ എന്തും കണ്ട് അതിൽ പിടിച്ചിട്ടെന്ന് എനിക്ക് എപ്പോഴും അറിയില്ല. ഏതായാലും എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി. പേപ്പറും പെന്നും പോലും ഇല്ല. എന്നിട്ട് ഒരു A4 ഷീറ്റ് അല്ലല്ലോ, അതിൻ്റെ മറ്റേത് വേറൊരു സാധനമല്ലേ, അതിനെന്തേലും പറയാ, ന്യൂസ് പേപ്പർ അല്ലല്ലോ, അതിന് പേരുള്ളൂ. A4 ഷീറ്റ് അല്ലാതെ വേറൊരു ഷീറ്റില്ലേനോ, ബ്ലാങ്ക് ആയിട്ടുള്ളതിൻ്റെ കുറച്ച് A4 ഷീറ്റിനേക്കാളും കട്ടി കുറഞ്ഞിട്ട് പക്ഷെ നല്ല നീളമല്ല, ഒരു ലൈറ്റ് എന്തോ ഒരു കളറും മാതിരി, അതും പിന്നെ ഒരു പെൻസിലും തന്ന്. അപ്പോൾ ഞാൻ അവിടെ കുത്തി എന്താണെന്നറിയില്ല, എന്തോ ഞാൻ എഴുതിയിട്ട് പിന്നെ കാർട്ടൂണിന് ഉണ്ടായിരുന്നു, കാർട്ടൂൺ ഡ്രോയിങ്ങിന് അതിനും പിന്നെ എന്തിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ കുറച്ച് എൻ്റെതായ കഴിവുകളിലുള്ള കുറച്ച് മത്സരങ്ങൾക്ക് ഉണ്ടായിരുന്നു. കഥാപ്രസംഗവും അല്ലാണ്ടുള്ള പ്രസംഗവും. പിന്നെയെന്ന് വെച്ചെങ്കിൽ ഈ പ്രസംഗത്തിനുള്ള വിഷയമൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് ഒരു തരുന്നത്. അപ്പം എന്താ വിഷയം തന്നതെന്നും അറിയില്ല, ആ വിഷയം എന്തിനെ കുറിച്ചാന്ന് പോലും എനിക്ക് നിശ്ചയില്ല. ഞാൻ അവിടെ ചെന്നിട്ട് എന്തായാലും പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ എനിക്കധികം പ്രസംഗിക്കാൻ പറ്റി. പ്രസംഗിച്ചപ്പോൾ പിന്നെ അവിടെ ഇരിക്കുന്ന ജഡ്ജസ് സാർമാർ മൂപ്പരാറിന് മതി ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ കഥാപ്രസംഗത്തിൽ കയറി. അതിനും പോന്ന് ആ കഥാപ്രസംഗമൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പോയി രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു, മോണാക്റ്റും മിമിക്രിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്രയും ചെയ്തപ്പോൾ തന്നെ സാർമാർക്ക് മതിയായി. അപ്പം ഒരു സാറിനോട് പറഞ്ഞ മതി, നിർത്തിക്കോ, ഇനി ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും ചെയ്തില്ല. അങ്ങനെയൊക്കെ ഇരുന്നു. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പർദ്ദയുണ്ടായിരുന്നു. ആ പർദ്ദയും പിന്നെ എൻ്റെ ഒരു ഷാളും. അത് ഇനി ഞാൻ അങ്ങനെ ഇടല്. ബാക്കി വേറെ ഏതെങ്കിലും പർദ്ദ ഷാളിടുമ്പോൾ വളരെ ചുരുക്കം, അതന്നെ ഇനി ഇടല്. സംഭവം ആ ഷാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫേർട്ടാണ് ആ ഷോൾ ഇടാൻ. ബാക്കിയുള്ള എപ്പോഴും കളിയാക്കും ആൽക്കലില്ല കുളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫേർട്ടും ഭയങ്കര സുഖമാണ്. അതുകൊണ്ടാണ് അത് ഇടുന്നത്. പിന്നെ ഞാൻ സ്പോർട്സിനും ഉണ്ടായിരുന്നു. സ്പോർട്സ് എന്തിനീ മറ്റേ ഇതില്ലേ, അതിൻ്റെ പേര് ആ സംഭവത്തിനുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കണതിൻ്റെ നടുവിൽ ഒരാൾ വന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോസ് നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഓക്കെ ബൈ പറഞ്ഞേക്കെ. ഓക്കെ ബൈ. പൊയ്ക്കോ പൊയ്ക്കോ പറ. പോവാനല്ലേ പറഞ്ഞേ? പോ. ബൈ ബൈ. See you. പൊയ്ക്കോ. എന്തിനാ നിക്കുന്നേ? പൊയ്ക്കോ. പൊയ്ക്കോ.